പ്രതിപക്ഷത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന് അഹങ്കാരവും അജ്ഞതയും ഭാരതത്തെ വടക്കും തെക്കും വിഭജിക്കുന്ന രാഷ്ട്രീയ അജണ്ടയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തോൽവിക്ക് ശേഷം കോൺഗ്രസ് രാജ്യത്തിന്റെ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയാണെന്ന് കേന്ദ്ര മന്ത്രി അനുരാഗ് താക്കൂറും വിമർശിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിറകെ രാജ്യത്തെ വടക്ക്, തെക്ക്, വടക്കുകിഴക്കൻ ഭാരതം എന്നിങ്ങനെ വിഭജിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രസ്താവനകൾക്കെതിരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനം ഉയർത്തിയത്. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വോട്ടർമാരെ പ്രതിപക്ഷം പരിഹസിക്കുകയാണ്. കോൺഗ്രസിന് അഹങ്കാരവും അജ്ഞതയുമാണെന്നും കഴിഞ്ഞ 70 വർഷത്തെ ശീലം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിഭജന അജണ്ട മനസ്സിലാക്കി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. തോൽവിക്ക് ശേഷം രാജ്യത്തിന്റെ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് എന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും വിമർശിച്ചു. कुछ लोग टुकड़े टुकड़े गैंग के साथ खड़े हैं, वो भारत के किस टुकड़े पर राज करना चाहते हैं, लेकिन हम वो हैं जो भारत के टुकड़े नहीं होने देंगे, भारत को एकजुट रखेंगे। तमिलनाडु के मुख्यमंत्री का एक बार नहीं बार-बार बयान आना, डीएमके के नेताओं के सनातन धर्म, हिंदुओं और हिंदी और उत्तर भारत के खिलाफ बयान आना, ये एक सोची समझी साजिश है, सुनियोजित रणनीति का हिस्सा है, जहां भारत और भारतीयों को नीचा दिखाने का कोई कसर कांग्रेस नहीं छोड़ रही है. രാജ്യത്തെ വിഭജിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ്. സനാതന ധർമ്മത്തിനും ഹിന്ദുക്കൾക്കും ഹിന്ദി സംസാരിക്കുന്നവർക്കുമെതിരെയുള്ള DMK നേതാക്കളുടെ പ്രസ്താവനകൾ പ്രത്യേക ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ജനം, ഡൽഹി.